എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു. 11ാം വാർഡിൽ താമസിക്കുന്ന കാർത്യായനിയാണ് മരിച്ചത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും AT അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ തന്നെ ഇപ്പോൾ മഞ്ഞപ്പിത്ത വ്യാപനവും കൂടി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വേങ്ങൂരിൽ വീണ്ടും ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ വേങ്ങൂരിൽ ചികിത്സയിൽ കഴിയുന്ന കാർത്യായനിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 3 മരണങ്ങളാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വേങ്ങൂരിൽ തന്നെ നേരത്തെയും ഒരാൾ മരിച്ചിരുന്നു. ഈ വേങ്ങൂരിൽ ഏകദേശം 200-ലധികം ആളുകൾക്കാണ് മഞ്ഞപ്പിത്ത ബാധയുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 220-ലധികം ആളുകൾക്ക് 225-ഓളം ആളുകൾക്ക് വേങ്ങൂരിൽ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു മഞ്ഞപ്പിത്ത ബാധ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താനുള്ളൊരു സാധ്യത ഉണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ശ്രമങ്ങളുടെ ഫലമായി കൂടുതൽ ഇടങ്ങളിലേക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. വേങ്ങൂരിനെ സ്ഥിതി പറയുകയാണെങ്കിൽ അതിൽ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രോഗവ്യാപനം ഉണ്ടായതാണ്. ഇപ്പോൾ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായിരുന്നു. പക്ഷെ കളമശ്ശേരിയിൽ നിലവിൽ സ്ഥിതിഗതികൾ എല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്ന് അനുമാനിക്കാൻ സാധിക്കും. വേങ്ങൂരിലെ സ്ഥിതിയാണ് അല്പം കടന്നു പോയിട്ടുള്ളത്. 200-ലധികം ആളുകൾക്ക് ഈ മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായത് വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് ആളുകൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ആളുകളുടെ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചികിത്സ ഗുരുതരമായി രോഗബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ധനസഹായ പദ്ധതിയും വേങ്ങൂർ പഞ്ചായത്ത് എടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നടന്നു വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. 40ഓളം പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിനു മുൻപ് 2 പേർ മരണപ്പെട്ടിരുന്നു. ഇതോടുകൂടി ഈ കാർത്തിയായനി കൂടി മരിച്ചതോടെ 3 പേരാണ് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ജില്ലയിൽ മരണപ്പെടുന്നത്. വേങ്ങൂരിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ കൂടി ഈ മഞ്ഞപ്പിത്തം പടർന്നിട്ടുണ്ട് എന്നതും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ശ്രുതി, വ്യക്തമാണ്. എറണാകുളം വേങ്ങൂരിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ 3ാമത്തെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ജില്ലയിൽ 40ഓളം പേർ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണെന്നും അറിയാൻ കഴിയുന്നു. വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് AT അശ്വതി നൽകിയത്.